മന്തയും കോവയ്ക്ക വന്ന് കൊക്കിയും ദാരിയും കൊണ്ടേയും കൊടുത്ത് ചീക്കുട്ട തീയൊക്കെ കത്തിക്കഴിഞ്ഞ് നമുക്കിത് വന്നോ നോക്കാട്ടാ. ചിക്കൻ എന്തായെന്ന് ഒരു പിടിയുമില്ല. ഷിജാസിന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ ചട്ടി ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ്. ഇതൊക്കെ സ്റ്റിക്ക് കുത്തിയിരിക്കുകയാണ് ഉപ്പുമുളകൊക്കെ പിടിക്കാന്. വാ ഷിജിക്കുട്ട, നമുക്ക് പണി തുടങ്ങുക. ഈ സ്റ്റിക്ക് എടുത്തിട്ട് ഈ ഇറച്ചിയിലൊക്കെ കുത്തുക, ചിക്കൻ്റെ ഇറച്ചിയിലൊക്കെ ഇങ്ങനെ കുത്തുക. ഉപ്പുമുളകൊക്കെ പിടിക്കാനാണ്. ആ ഇങ്ങനെ കുത്ത്, എല്ലാവിടെയും കുത്ത്. ഷിജി കുത്ത്. ആ ഷിജി അതൊന്നെടുക്ക്. അങ്ങനെ കുത്ത്. ആ എല്ലാവിടെയും ഉപ്പുമുളകൊക്കെ പിടിക്കണം. ഷിജിക്കുട്ട, നമ്മളിന്ന് ചട്ടി ചിക്കൻ ഉണ്ടാക്കണത് കേട്ടാ, സൂചി വെച്ചിട്ട് ചട്ടി ചിക്കൻ. ഷിജിക്കുട്ട ഇത് എന്തിനാ അറിയാം, കുത്തിയിരിക്കുന്നത് ഉപ്പുമുളകും പിടിക്കാനാണ് കേട്ടാ. ഓട്ട ഉണ്ടാക്കിയതൊക്കെ ഉപ്പുമുളകും പിടിക്കാനാണ്. നമുക്കിനി മുളക് ഉപ്പൊക്കെ തേച്ച് കൊടുക്കാം. ഈ ഓട്ടയിക്കുഴയൊക്കെ ഉപ്പുമുളക് നിറയെ പിടിക്കും ചിക്കനിൽ. എടുത്തിട്ട് ഗരം മസാല, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ചെറുനാരങ്ങ നീരും കസൂരി മെത്തിയും, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ആ സോയാ സോസ് ഒഴിക്കൂ കേട്ടോ, സോയാ സോസ്. ഇനി ബട്ടർ. ഇനി എല്ലാം കൂടി ഇളക്ക് ഷിജിക്കുട്ട, എല്ലാം കൂടി ഇളക്ക്. ഇതിൽ പിടിക്ക്. ആ എല്ലാം കൂടി ഇളക്ക്. നന്നായി ഇളക്ക്. ഓരോ വരയുണ്ട് ഇങ്ങനെ ചന്തത്തിന്. ഷിജിക്കുട്ട, മസാലയൊക്കെ മാമ ചിക്കനിൽ തേക്കാട്ടാ. ഷിജി തേച്ചു പറഞ്ഞ കയ്യൊക്കെ എരിയും. മാമ തേക്കാം. ഷിജിക്കുട്ട, മാമ തേക്കാട്ടാ. ഉപ്പുമുളകൊക്കെ പിടിക്കേണ്ടതില് നമുക്ക് അതിനുള്ള സമയമൊന്നും ഇല്ല. എന്നാലും അരമണിക്കൂർ എന്തായാലും കഴിയണം, എന്നിട്ടേ ചുടാൻ പറ്റുള്ളൂ. മസാലയൊക്കെ എല്ലാവിടെയും നന്നായി തേച്ച് നന്നായി പിടിപ്പിക്കണം. ആ സൂചി കുത്തിയതിൻ്റെ ഇടയിലൊക്കെ കയറണം, കമ്പ് കുത്തിയതിൻ്റെ ഇടയിലൊക്കെ നന്നായിട്ട്. അപ്പോഴാണ് ഉപ്പുമുളകൊക്കെ നന്നായി പിടിക്കുക. ഷിജിക്കുട്ട, സിസ്വാൻ സോസ് സിറിഞ്ചിൽ നിറയ്ക്കാതാ നമുക്കിതാ. ആ ഇതാ നിറയണ കണ്ടില്ലേ. അതാ മാമ വെക്കുന്നുണ്ട്. ഇതാ ആ ഇതാ ഇനി ഇതിൽ. ആ അമർത്ത് ഷിജു, അമർത്ത്. ആ അമർത്ത്. ടൈൽസൊക്കെ കേട് വന്നാലോ പറഞ്ഞിട്ട് ഇങ്ങനത്തെ കല്ലൊക്കെ നിരത്തിയിരിക്കുകയാണ്. നമുക്കിനി ഈ ഇല ഇതിൽ വെക്കാം, മണ്ണൊന്നും ആകാണ്ടിരിക്കാൻ. കോല് വെച്ചിട്ടുണ്ട് മരത്തിൻ്റെ, അതിൻ്റെ മേലെ ഇല വെച്ചിട്ടുണ്ട്, വാഴൻ്റെ ഇല. ഇനി നമുക്ക് ചിക്കനെ കുത്താം. ഈ കുട്ടയിൽ കുറച്ച് വലിയ ഇലയൊക്കെ ഞാൻ വെക്കുന്നുണ്ട് കേട്ടാ. ആ ചിക്കനെ നമുക്കിവിടെ കുത്തി നിർത്താം. ഇതാ ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ നിർത്താം. ചിക്കൻ ഇങ്ങനെ നിർത്താം. എന്നിട്ട് ഇവിടെ ഒരു കെട്ടും കെട്ടണം കാലിൽ. ഈ ചിക്കൻ്റെ കാലിൽ കമ്പിയൊക്കെ വെച്ച് നമുക്ക് കെട്ടാം, അല്ലെങ്കിൽ അത് വേകണ സമയത്ത് ഇങ്ങനെ മോളിക്ക് പോകും. അതിനാണ് ഈ കമ്പി വെച്ച് കെട്ടുന്നത്. ഈ കോഴിൻ്റെ കൊഴുപ്പ് ഉരുകി വരാൻ അതൊക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ എന്താ പറഞ്ഞാൽ കരിയില്ല. ഇനി മുളക്, ഒരു പച്ചമുളക്, ചുവന്ന മുളക്, പച്ച, ഒരു നാരങ്ങ, ഒരു തക്കാളി. ഒരു തക്കാളി ചട്ടി എടുത്തിട്ട് വാ. ചട്ടി മൂട് ചട്ടികളൊക്കെ വെക്കി ശരിക്കോട്ടെ. ഈ ചട്ടി ചുറ്റും വെക്കി, ചട്ടികളൊക്കെ വെക്കി. ഇങ്ങനെ വെക്കി, നന്നായി കത്തണം. ഇത് മേലേക്ക് വെച്ചോ, മേലെ വെക്കി ശരിക്കും. അങ്ങനെ മേലെ വെക്കും. ആ മക്കൾ ചുറ്റും വെക്കും. ഈ ചകിരി എത്ര നേരം വെക്കണം, എത്ര നേരം കത്തണം എന്നൊന്നും അറിയില്ല. പുതിയ മെത്തേഡല്ലേ ഇതിപ്പോൾ. എത്ര നേരം കത്തിക്കണം എന്നുള്ളതിനെ പറ്റിയൊന്നും അറിയില്ല. ചിലപ്പോൾ 15 മിനിറ്റ് കൊണ്ടാവും, ചിലപ്പോൾ അരമണിക്കൂറാവും, ചിലപ്പോൾ കംപ്ലീറ്റ് എടുക്കുമ്പോൾ കരിഞ്ഞ് ചാരമായി കരിക്കട്ടയായി കിട്ടും. ഒരു പരീക്ഷണമാണ്, എന്താണെന്നൊന്നും അറിയില്ല. നോക്കുക നമുക്ക്. ഇവിടെ നിൽക്ക് കത്തട്ടെ. കപ്പ് ചവറുകൾ
ഇലകള് നല്ല രസമുണ്ട് ചിരിക്കുട്ട. പാട്ട് പാടി കളിക്കാതിരി ചിരിക്കുട്ട, പാട്ട് പാടി കളിക്കുക. കൈ അടിച്ചിട്ട് പാവയ്ക്ക വന്തയും കോവയ്ക്ക വന്തയും കൊക്കിയും ദാരിയും കൊണ്ടേ കൊടുത്ത് ഒന്നും കൂടി പാവയ്ക്ക വന്തയും കോവയ്ക്ക വന്ന് കൊക്കിയും ദാരിയും കൊണ്ടേ കൊടുത്ത്. പഴയൊരു പാട്ടാണ്, നാടൻ പാട്ട്, ചെയ്ത്താൻ പാട്ടാണിത്. ചെയ്താൻ പാട്ടാ, പ്രേതപ്പാട്ട്. പാവയ്ക്ക വന്നേ കോവയ്ക്ക വന്നേ കൊക്കിയും ദാരിയും കൊണ്ടേയും കൊടുത്ത്. ട്യൂണിംഗ് ആണ് ടേ പറയുന്നത്. ചീക്കുട്ട, തീയൊക്കെ കത്തിക്കഴിഞ്ഞ് നമുക്കിത് വെന്തോ നോക്കാട്ടാ. വെന്താ നോക്കുക. ഇതെന്താ ചിക്കനെ കാണാനില്ല ശിജുക്കുട്ട? നോക്കുക, ചിക്കനിൽ പിടിച്ച് കിടക്കണ ശിജു. ആ നോക്ക്, ചിക്കൻ ചിക്കൻ കോരുന്ന് വേർവിട്ടു. ഇനിയിപ്പോൾ എങ്ങനെ എടുക്കണമെന്നൊരു പിടുത്തമില്ല. ചിക്കൻ സൂപ്പറായിട്ടുണ്ട്, നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ചിക്കൻ. എനിക്ക് ഞാൻ ചിക്കൻ വെന്തുതാ നോക്കുതാ. മാമി ഇങ്ങനെ മാമി ഇതങ്ങനെ എടുത്തുതാ, വലിച്ചുതാ. ചിരിക്കുട്ട നോക്കുതാ. സൂപ്പറായിട്ടുണ്ട് കാര്യം. മാമിയും തിരുമുക്കിയിട്ടുതാ. സൂപ്പർ. ചിരിക്കുട്ട എന്നാ ചിരിക്കുട്ട എന്നാ നന്നായിട്ടുണ്ട്, ജ്യൂസി ആയിട്ടുണ്ട്, സൂപ്പർ. ചിക്കൻ ഇത് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല ജ്യൂസിയായി വെന്ത് കിട്ടിയിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട് ചിക്കന്. കഴിച്ചു നോക്കിയപ്പോൾ അരമണിക്കൂറോളാണ് വേവിച്ചത്. മൺചട്ടി ആയതുകൊണ്ട് മെല്ലെ വന്നുള്ളൂ, ചൂടുള്ളിക്ക് പെട്ടെന്ന് കടത്തില്ല. അത് കാരണം അരമണിക്കൂർ പിടിച്ചു. നമ്മ ഇടയ്ക്ക് തുറന്നു നോക്കി, അപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നില്ല, പിന്നെയും കത്തിച്ചു. അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിട്ട് നന്നായിട്ടും കിട്ടി. ഉരുളക്കിഴങ്ങും നന്നായി വെന്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ചിരിക്കുട്ട. ചിക്കൻ സൂപ്പർ ചിക്കൻ ചിരിക്കുട്ട. ഇതിൻ്റെ ഉള്ളിൽ സോസ് ഒഴിച്ചത് നമുക്ക് കാണിച്ചു തരാം. ചില്ലി സോസ് ഒഴിച്ചത് എല്ലാം എന്താണ്, തക്കാളി സോസ് ഒഴിച്ചത്, ഇഞ്ചക്ഷൻ ചെയ്തത്. അതിൻ്റെ ഉള്ളിൽ ചുവപ്പ് കളറിൽ കിടക്കുന്നുണ്ട്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബർ ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ചിരിക്കുട്ട, താങ്ക് യു പറ.